സ്വാർത്ഥത, അഹങ്കാരം, ആസക്തി അല്ലെങ്കിൽ മോഹം അല്ലെങ്കിൽ ദുർമോഹം അതൊരു യാഥാർത്ഥ്യമാണ്. അത് പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യമാണെന്നും അത് നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നും അതിനെ നമ്മൾ മറികടക്കേണ്ടിയിരിക്കുന്നുവെന്നും അതിനെ മറികടക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക എന്നും ആ വിജയമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് നമ്മുടെ സഹകരണമില്ലാതെ സാധിക്കുകയുമില്ല. കാരണം മറികടക്കണമോ വേണ്ടയോ എന്നുള്ള ആ തീരുമാനമെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അവയെ മറികടക്കാനായിട്ട് ത്രിഗുണങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ആ ത്രിഗുണങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം, ത്യാഗം, ഇന്ന് ചിന്തിക്കുന്ന സേവനം. എന്താണ് സേവനം? മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് സേവനം. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ്റെ, മറ്റ് മനുഷ്യരുടെ, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവയുടെ, നമുക്ക് സ്വന്തമല്ലാത്തവയുടെ എല്ലാം നന്മ ആഗ്രഹിക്കും. എന്ന് മാത്രവുമല്ല, ആ നന്മയ്ക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുകയും ചെയ്യും. അങ്ങനെ അവനവനെ അവരൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സേവനം എന്ന് പറയുന്നത്. ആ സേവനം നമുക്ക് പലരും ചെയ്തതുകൊണ്ടാണ് നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. നമുക്ക് ആരോടൊരു കടപ്പാടില്ല എന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് തെറ്റാണ്. എത്രയോ പേരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഗുരുക്കന്മാരോട്, നമ്മുടെ മാതാപിതാക്കന്മാരോട്, ഗുരുക്കന്മാരോട്, സഹോദരങ്ങളോട്, കുടുംബാംഗങ്ങളോട്, അയൽക്കാരോട്, സുഹൃത്തുക്കളോട്, ചുറ്റുപാടുമുള്ളവയോട്, നമ്മെ ഭരിക്കുന്നവരോട്, അങ്ങനെ എന്ന് വേണ്ട ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മെ അവർ സേവിച്ചിട്ടുണ്ട്. ആ സേവനത്തിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്നായിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. വി ഹാവ് ടു പേ ബാക്ക്. കാരണം നാം സ്വീകരിച്ച സേവനം ഒരു കടപ്പാടായിട്ട് അവശേഷിക്കും. അത് കടപ്പാടാണ് എന്നുണ്ടെങ്കിൽ, അത് കടമാണ് എന്നുണ്ടെങ്കിൽ കടം നമ്മൾ തിരിച്ചു വീട്ടണം. ആ തിരിച്ചു വീട്ടുക എന്നുള്ളതാണ് പേയിങ് ബാക്ക് എന്ന് പറയുന്നത്, തിരിച്ചു കൊടുക്കുക. ആ തിരിച്ചു കൊടുക്കലാണ് സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി നമ്മെ തന്നെ കരുവാക്കുക, അർപ്പിക്കുക, ഉപകരണമാക്കുക എന്നൊക്കെ പറയുന്നു. നാം നമ്മെ തന്നെ ഇപ്രകാരം മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയുക്തമാക്കുമ്പോൾ, ലഭ്യമാക്കുമ്പോൾ അത് സേവനമായിട്ട് മാറുന്നു. അതൊരു തിരിച്ചു കൊടുക്കലാണ്. അങ്ങനെ കടത്തിൻ്റെയും കടം വീട്ടലിൻ്റെയും ഒരു തുടർക്കഥയാണ് ജീവിതം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ തുടർക്കഥ നമ്മളായിട്ട് കട്ട് ചെയ്യരുത്, ലംഘിക്കരുത്, അവസാനിപ്പിക്കരുത്, തുടർന്നുകൊണ്ട് പോകണം. നമ്മളെ കണ്ടിട്ടും അടുത്ത തലമുറയും പഠിക്കണം. നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എടുത്താൽ മാത്രം പോരാ, തിരിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണം. അത് തിരിച്ചു കൊടുക്കുന്നതിലാണ് നമ്മുടെ മഹത്വം അടങ്ങിയിരിക്കുന്നതെന്നും സമൂഹത്തിൻ്റെ ഉത്കർഷ അല്ലെങ്കിൽ ഉയർച്ച അടങ്ങിയിരിക്കുന്നതെന്നും മറ്റുള്ളവർ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറ കണ്ടു പഠിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.